നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വിമർശിച്ച് ഏറ്റവും ഒടുവിൽ CPM പാർട്ടി സെക്രട്ടറി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെയാണ് ഇപ്പോൾ കുറ്റപ്പെടുത്തുന്നത്. അതോടൊപ്പം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെയും പൊരുതി തോൽപ്പിക്കാൻ വലിയ സമരപരിപാടികളുമായി രംഗത്ത് വരികയാണ്. സ്വേച്ഛാധിപത്യ നിലപാടാണ് ട്രംപ് ഇപ്പോൾ സ്വീകരിക്കുന്നതെന്നാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ കുറ്റപ്പെടുത്തുന്നത്. ലോക പശ്ചാത്തലത്തിൽ തീവ്ര വലതുപക്ഷ കക്ഷികൾക്ക് വലിയ മുൻകൈ ലഭിക്കുന്നുവെന്നാണ് MV ഗോവിന്ദൻ പറയുന്നത്. CPM തൃശൂർ സമ്മേളനത്തിൽ പങ്കെടുക്കുമ്പോഴായിരുന്നു ഇങ്ങനെയുള്ള അദ്ദേഹത്തിൻ്റെ പ്രസംഗം പുറത്തു വന്നത്. ജനകീയ വിദ്യാഭ്യാസത്തിന് ഉതകുന്ന രീതിയിലുള്ള സമ്മേളന പ്രക്രിയയാണ് നടന്നത്. സമ്മേളനത്തിൽ വിമർശനമുണ്ടായി എന്ന് മാധ്യമങ്ങൾ പറയുന്നുവെന്നാണ് അദ്ദേഹം കുറ്റപ്പെടുത്തുന്നത്. സമ്മേളനത്തിൽ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് വിമർശനവും സ്വയം വിമർശനവുമാണ്. മാധ്യമങ്ങൾ പറയുന്ന കാര്യങ്ങളല്ല തങ്ങൾ ചെയ്യുന്നത്. AI-ക്കെതിരെ വലിയ സമരം ഭാവിയിൽ ശക്തിപ്പെടും. AI ഉപയോഗിക്കുമ്പോൾ കുത്തക മൂലധനം കൂടും. 18ാം ലോക്സഭാ തിരഞ്ഞെടുപ്പിലൂടെ ഹിന്ദുരാഷ്ട്രം നടപ്പിലാക്കാൻ കഴിയുമെന്നുള്ളതാണ് BJP പ്രതീക്ഷിച്ചത്. BJPയെ തോൽപ്പിക്കാൻ കഴിയുമെന്ന നിലപാടാണ് കണ്ണൂർ പാർട്ടി കോൺഗ്രസ് മുന്നോട്ട് വെച്ചത്. അതുവരെ BJPയെ പരാജയപ്പെടുത്താൻ കഴിയില്ല എന്ന് എല്ലാവരും കരുതിയെന്നും MV ഗോവിന്ദൻ പറയുന്നു. രാജ്യത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയായി മാറുന്ന ഏറ്റവും അധികം സംസ്ഥാനങ്ങൾ കൈയാളുന്ന BJPയെ തോൽപ്പിക്കാൻ കണ്ണൂരിൽ നിന്നും പടയൊരുക്കം ആരംഭിക്കുകയാണ് അങ്ങനെ MV ഗോവിന്ദൻ. അതോടൊപ്പം AI-യെയും ട്രംപിനെയും വെല്ലുവിളിക്കുന്നു. നിർമ്മിത ബുദ്ധിയുടെ ഭാഗമായി രൂപപ്പെടുന്ന ഉൽപ്പാദനോപാധികളുടെ ഉടമസ്ഥാവകാശം കോർപ്പറേറ്റുകളുടെയും മുതലാളിമാരുടെയും കയ്യിലെത്തുന്നതോടെ പ്രതിസന്ധികൾ വർദ്ധിക്കുമെന്നാണ് MV ഗോവിന്ദൻ്റെ നിലപാട്. അത് വലിയ പോരാട്ടങ്ങളും സമരങ്ങളും ശക്തിപ്പെട്ടു വരാൻ കാരണമാകുമെന്നും അദ്ദേഹം പറയുന്നു. തൃശൂർ സമ്മേളനത്തിൻ്റെ ഭാഗമായി പ്രതിനിധി സമ്മേളനത്തിൽ സംസാരിച്ചപ്പോഴാണ് ഇക്കാര്യം അദ്ദേഹം പറഞ്ഞത്. AI ഉപയോഗിക്കുമ്പോഴുള്ള പ്രശ്നം എന്താണ്? കുത്തക മുതലാളിത്തത്തിൻ്റെ ലാഭം, മിച്ചമൂല്യ വിഹിതം വലിയ രീതിയിൽ കൂടും. അവർ തന്നെ പറയുന്നത് പോലെ 10-60% ആളുകളുടെ തൊഴിൽ നഷ്ടപ്പെടാനിടയാകും. ഈ സാഹചര്യം ലോകത്ത് വളർന്നു വന്നാൽ ഈ ശാസ്ത്രത്തിൻ്റെ ഭാഗമായി രൂപം കൊള്ളുന്ന ഉൽപ്പാദനോപാധികളെല്ലാം തന്നെ കോർപ്പറേറ്റുകളുടെയും മുതലാളിമാരുടെയും കയ്യിലിരിക്കുന്നിടത്തോളം കാലം പ്രതിസന്ധി വർദ്ധിക്കുമെന്നും വലിയ പോരാട്ടങ്ങളും സമരങ്ങളുമായിരിക്കും അതിന് പ്രതിവിധിയെന്നാണ് MV ഗോവിന്ദൻ പറയുന്നത്. AI സംവിധാനത്തെ സ്വതന്ത്രമായ ആർക്കും ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിൽ ബദലായി കൈകാര്യം ചെയ്യാൻ കഴിയണമെന്നാണ് കഴിഞ്ഞ ദിവസം MV ഗോവിന്ദൻ പറഞ്ഞത്. AI ഉൾപ്പെടെയുള്ള എല്ലാത്തിനെയും പൂർണ്ണമായി ഉൾക്കൊള്ളാൻ കഴിയുന്ന ദർശനം മാർക്സിസം മാത്രമാണെന്നും അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിലൂടെ രൂപപ്പെട്ടു വരുന്നു. ഇങ്ങനെയുള്ള വിചിത്രമായ അഭിപ്രായങ്ങൾ തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലും ഉയർന്നു കേട്ടത്. പറഞ്ഞതിനെ പിന്നീട് വീണ്ടും തള്ളിപ്പറയുന്ന ഒരു സാഹചര്യവും ഒരു ഘട്ടത്തിലുണ്ടായി. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.